സുജയ്, തീർച്ചയായും അത്തരമൊരു വിവരം തന്നെയാണ് ഇപ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ നിയമ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയിരുന്നു. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി അംഗത്വം സ്വീകരിക്കണമെങ്കിൽ നിലവിലുള്ള MLA സ്ഥാനത്തിലുള്ള ഒരു അയോഗ്യത പ്രശ്നം നിലനിന്നിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ അത് രാജിവെച്ചുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി അംഗമായി തന്നെ കേരളത്തിൽ പ്രവർത്തിക്കാൻ ഇപ്പോൾ PV അൻവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ നിലമ്പൂരിൽ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. തൃണമൂലിലേക്ക് പോകുന്ന PV അൻവർ, അഷ്കർ അലി തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അവർ ആവശ്യപ്പെട്ട പ്രകാരം MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു വേരുണ്ടാക്കാൻ അൻവർ പ്രവർത്തിക്കുമ്പോൾ അൻവറിന് മറ്റെന്തെങ്കിലും ഓഫറുകൾ തൃണമൂൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? ഇപ്പോൾ രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസിന് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് വരുന്നുണ്ട്. ആ സീറ്റ് അൻവറിന് നൽകാം എന്നുള്ള മറുവാഗ്ദാനം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്നതടക്കം ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യവും കൂടി അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ നിയമസഭയിൽ, സംസ്ഥാന നിയമസഭയിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു MLA ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വലിയ നേട്ടമാണ്. പ്രത്യേകിച്ചും ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഒരു സീറ്റിൽ തൃണമൂൽ എന്ന് പറയുന്നത് ബംഗാളിന് പിന്നാലെ കേരളത്തിലും അവർക്ക് ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നത് അവർക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയും PV അൻവറും തമ്മിൽ എങ്ങനെയായിരിക്കണം ഈ കൂടിച്ചേരൽ എന്നത് സംബന്ധിച്ച് ഒരു ധാരണയായി എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സുജയ്, കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി തന്നെയുള്ള തീരുമാനത്തിലേക്കാണ് PV അൻവറും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയും എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരമൊരു നിർദ്ദേശത്തിന്റെ ഭാഗം തന്നെയാണ് ആദ്യഘട്ടത്തിലേക്ക് തന്നെ MLA സ്ഥാനം രാജിവെക്കുന്നില്ല എന്ന് തീരുമാനിച്ചത്. PV അൻവറിനൊടുവിൽ അത്തരമൊരു രാജ്യപ്രഖ്യാപനത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അത്തരമൊരു ഘട്ടത്തിലേക്ക് തന്നെ എത്തിച്ചിരിക്കുന്നത്. കൃത്യമായ നിർദ്ദേശപ്രകാരം തന്നെയാണ്. പ്രത്യേകിച്ച് മമതാ ബാനർജിയുമായി ചില കൂടിക്കാഴ്ചകളും സംസാരങ്ങളും PV അൻവർ നടത്തിയിരുന്നു. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക് ബാനർജിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. ദീദിയുടെ അന്തരവൻ കൂടിയാണ് ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക് ബാനർജിയോട് കൂടി പിന്തുണയോടെ തന്നെയാണ് PV അൻവർ ആദ്യഘട്ടത്തിൽ പാർട്ടി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. മാത്രമല്ല, ഇത്തരം നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പ് വന്ന് അതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥിയെ പോരാടുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ PV അൻവറിന് പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അത്തരമൊരു തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായും ദക്ഷിണേന്ത്യയിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിന് ആദ്യമായ ഒരു MLA എന്നുള്ള ഒരുപക്ഷെ ദീദിയുടെയൊക്കെ തന്നെ എക്കാലത്തെയും ഒരു സ്വപ്നം, ഇല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും വേരോട്ടം നടത്താൻ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ ഒരു ലാർജർ എയിം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി പദമാണ്. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം ഞാൻ ഏറ്റെടുക്കാം എന്ന് മമതാ ബാനർജി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അധികാരത്തിലെത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിയാതെ വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ മാറ്റി ഞാൻ ഏറ്റെടുക്കാം എന്ന് മമതാ ബാനർജി പറയുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലീഡറായി മമതയ്ക്ക് വളരണമെന്നുണ്ടെങ്കിൽ തെക്കേ ഇന്ത്യയിൽ തൃണമൂൽ കോൺഗ്രസിന് കൃത്യമായ സാന്നിധ്യം ഉണ്ടായേ മതിയാകൂ. അതുകൊണ്ട് തന്നെ കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുക, തൃണമൂൽ കോൺഗ്രസിന് വേരുറപ്പിക്കുക, ആ ഒരു വലിയ ലക്ഷ്യം അൻവറിനെ ഏൽപ്പിക്കുകയാണോ ദീദി? അഷ്കർ. സുജയ, അങ്ങനത്തെ ഒരു രാഷ്ട്രീയമായി അതിനെ വായിച്ചെടുക്കേണ്ടി വരും. കാരണം നിലവിൽ നേരത്തെ കേരളത്തിൽ ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പദവി നൽകിയിരുന്നെങ്കിൽ പോലും, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സംഘടനാ രൂപീകരണം നടത്തിയിരുന്നെങ്കിൽ പോലും പിന്നീട് ഒരു ഘട്ടത്തിൽ അത് പിരിച്ചുവിടേണ്ട സാഹചര്യത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എത്തിയിരുന്നു. കേരളത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ തന്നെ പിന്നീട് പൂർണ്ണമായും സംഘടനയെ തന്നെ അവസാനിപ്പിക്കുകയാണ്, അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ഘട്ടത്തിൽ ശക്തമായി ഒരു വേരോട്ടം ഉണ്ടാക്കാനുള്ള ഒരു അവസരം തൃണമൂൽ കോൺഗ്രസിന് അവസരം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു രാഷ്ട്രീയ വേദിയിലേക്ക് അവസരമുണ്ടായിരിക്കുന്നു, അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി അവസരം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം PV അൻവറിലൂടെ, പ്രത്യേകിച്ച് നിലവിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള PV അൻവറിലൂടെ അത്തരമൊരു രാഷ്ട്രീയ നീക്കത്തിന് വഴി തെളിഞ്ഞാൽ സ്വാഭാവികമായിട്ടും